മാറ്റക്കര ശാന്തിയെടുത്ത് പറഞ്ഞായിരുന്നു പുത്തൻകരയിൽ വെച്ച് നിന്നെ കണ്ടെന്ന്. സത്യത്തില് ഞാൻ വിശ്വസിച്ചില്ല കേട്ടാ. എന്നെ ഇപ്പൊ വിശ്വസിക്കാമല്ലോ. ഞാൻ തന്നെയാ ചേച്ചിയുടെ മുന്നിൽ പച്ച ജീവനോടെ നിൽക്കുന്നത്. രാജനില്ലേ ഇവിടെ? ഇന്ന് പണിയില്ല, ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളിങ്ങോട്ട് വരുന്നത് കണ്ടായിരുന്നോ? പേടിക്കണ്ട, ഞാൻ വന്നത് അമ്മയെ കാണാനാ. കണ്ടിട്ട് ഇപ്പൊ തന്നെ പോയിക്കണം. വാ. അവിടെ ആരോട് ചോദിച്ചിട്ടാടി വീട്ടിൽ കയറാൻ പോണേ? ഇതേ നിന്റെ തന്തയുടെ വീടൊന്നുമല്ല കേട്ടാ, തോന്നും പോലെ കയറി ഇറങ്ങാൻ. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കും. സ്വന്തം ചേട്ടന്റെ ചോരയ്ക്ക് കണക്ക് പറഞ്ഞവളാവള്. അങ്ങേര് ഉറങ്ങണ ഈ മണ്ണില് ഇവളുടെ കാല് പതിഞ്ഞ വെട്ടിയെറിയാൻ തയ്യാറായി തന്നെയാ ഞാൻ അവിടെ നിൽക്കണം. കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. ചെയ്ത കുറ്റത്തിന് അവള് ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. നോക്ക്, പരോള് കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഇനി 3-4 ദിവസമേ ഉള്ളൂ. അവളുടെ ഒരു ആഗ്രഹമാണ്. വയ്യാതെ കിടക്കുന്ന അമ്മയെ കണ്ടിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കോളാം. നീ അതങ്ങ് പുത്തങ്കര പള്ളി പോയി പറഞ്ഞാൽ മതി കേട്ടോ. തകർത്ത് കളഞ്ഞ നായിന്റെ മോനെ, ഇവളുടെ തള്ളയെ കാണിച്ചു കൊടുക്കാൻ ഉറച്ച എന്നാ വന്ന് തടുക്കാമെങ്കിൽ തടുക്കണം. നീ പോയി നിന്റെ തള്ളയെ കണ്ടിട്ട് പാടി ഓടി. ഞങ്ങൾക്ക് തിരിച്ചു പോവാൻ. അതിൻ്റെ ഇടയിൽ നിന്റെ ഭർത്താവ് ചത്തൊന്നും പോവില്ല. അതെ, നീ ഈ കാണിക്കുന്നത് അല്പം കടന്ന കൈയായി പോയി. ഇപ്പോ നാഗപ്പൻ ആൾക്കാരെയും കൂട്ടി ഇവിടെ എത്തും. നീ വേഗം ഇവിടെ നിന്ന് പോയേ. വെറുതെ നീ ആയിട്ട് എന്തിനാ ഉഷയ്ക്കും കൂടെ ഒരു ദോഷം ഉണ്ടാക്കുന്നേ? വിളിച്ചോണ്ട് പോ, അല്ലെങ്കിൽ അങ്ങനെ വെട്ടുകത്തിക്കരിയുന്നത് എന്റെ കഴുത്തായിരിക്കും. അകത്ത് കിടക്കുന്ന ഒരു പൊടി കൊച്ചിന്റെ ജീവിതം കൂടി തകർക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? അമ്മ വിഷമിക്കണ്ട, ഞാൻ വീണ്ടും വരും. അപ്പോ അമ്മയുടെ ഈ അസുഖം എല്ലാം മാറിയിട്ടുണ്ടാവും. അമ്മ സമയത്തിന് മരുന്നൊക്കെ കഴിക്കണം. സൂക്കേടൊക്കെ മാറിയിട്ട് പോയില വാങ്ങിച്ച് തിന്നാനാ. എവിടെയാ അവര്? അവര് പോയി. കഴിവേറിയുടെ മോളെ, എന്നിട്ട് നീ നോക്കിയിരുന്നു അല്ലടി? എവിടാ അവൻ? പൊക്കളഞ്ഞു. നാണം കേട്ടവനെ, ഈ നടപടിയിൽ വന്ന് എന്നെ മാനം കെടുത്തവനെ വെറുതെ വിട്ടടാ. ഇത് മാറ്റക്കരക്കാരുടെ മാനത്തിന്റെ പ്രശ്നമാണ്. വിടരുതവനെ. വരാ.
വന്നടാ, വന്നു. ഫുട്ബോൾ കളിക്കുന്ന മൈതാനത്തായാലും വേലി കിട്ടിയ മുറ്റത്തായാലും മാറ്റക്കരയിലുള്ളവരെ അവമാനിച്ചാൽ ചോദിക്കാൻ ഇനി ഇവനുണ്ട് മുന്നിൽ. എന്റെ ഇളയമോൻ പ്രതാപൻ. പിള്ളേ, ഇസഹാക്കിനെ കണ്ടായിരുന്നോ? അവൻ ഭാര്യയും കൊണ്ട് മാറ്റക്കരി പോയതാണല്ലേ, തിരിച്ചു വരാറാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോ ആരാ ഒരു സഹായത്തിനുള്ളത്? എന്താ പ്രശ്നം? സബാസ്റ്റ്യൻ സാറിന്റെ പെങ്ങളില്ലേ മേരി, അവര് മരിച്ചുപോയി. കഷ്ടമായല്ലോ. കഷ്ടം അതൊന്നുമല്ല, പെങ്ങളുടെ ബോഡി കാണിക്കാനെന്ന് പറഞ്ഞ് സെബാസ്റ്റ്യൻ സാർ ജസ്റ്റിനെ അന്വേഷിച്ച് കടലിൽ പോയിരിക്കുവാ. ജസ്റ്റിനെ അന്വേഷിച്ച? ആ, സംഗതി സാറിനെന്തോ മാനസിക പ്രശ്നമുണ്ട്. കടലിന്റെ നടുക്ക് കിടന്ന് ജസ്റ്റ് നിലവിളിക്കുന്നെന്നോ അവനെ ആരോ അപകടപ്പെടുത്താൻ നോക്കുന്നെന്നോ ഒക്കെയാ പുലമ്പുന്നത്. അന്വേഷിക്കാനെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് വഞ്ചി എടുത്താ കടലിൽ പോയത്. ചേടാ, ഇതൊരു മാരണമായല്ലേ. ഞാൻ പോയി ഇസ തിരിച്ചു വന്നു നോക്കാം. കപ്പേര് പള്ളി പോയി അച്ഛനോട് വിവരം പറ. ശരി. മലയാറ്റൂര് പോയി മുത്തപ്പനെ കണ്ട് അവിടുന്ന് നമ്മൾ മലയാറ്റൂർ നമ്മൾ ആദ്യം പോയതാണല്ലേ, അത് ഞാൻ മറന്നു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അവിടുന്ന് ജാമ്യാരെ. എന്താ ജാമ്യാരെ ഇപ്പൊ ഒരു വഴിമുടക്കം? വണ്ടി 40 മിനിറ്റ് ലേറ്റാ. സംഭവം ഇപ്പോഴെങ്ങാനും വരുവോ? വരാറായി. നമ്മുടെ വേളാങ്കണ്ണിയല്ലേ അത്? ശരിയാ, ആളീ ലോകത്തൊന്നും അല്ലെന്ന് തോന്നുന്നു. ദൈവമേ, ഇയാളിത് എന്താ കാണിക്കുന്നത്? വണ്ടി വരുന്നല്ലോ. അയ്യോ പിള്ളച്ച വേണ്ട. വേളാങ്കണ്ണി മാറിക്കോ, വണ്ടി വരുന്നു. പിള്ളച്ച ഓടല്ലേ, ട്രാക്കിൽ മാറ്. എന്തായി? ഡോക്ടർ എന്താ പറഞ്ഞു? പുറത്തു വന്നിട്ടില്ല, ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഡോക്ടർ, പിള്ളച്ചേട്ടന് തലയ്ക്കാണ് ക്ഷതമേറ്റിരിക്കുന്നത്. എത്രയും പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണ്ടിവരും. കഴിയുമെങ്കിൽ നാളെയോ മറ്റന്നാളോ വെല്ലൂരോ ബോംബെയിലോ കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മേജർ വൺ. ചിലപ്പോ 2-3 ലക്ഷം രൂപ ചിലവാക്കേണ്ടി വന്നേക്കാം. തലച്ചോറിലേക്ക് പോകുന്ന നെർവസ് സിസ്റ്റത്തിന്റെ തകരാറാണ്. താമസിച്ചാൽ ചിലപ്പോ രോഗി എന്നേക്കുമായി തളർന്നിറക്കേണ്ടി വരും. തോന്നിയവാസം കാണിച്ചിട്ട് ഒരു മനുഷ്യനെ കൊല്ലാൻ കൊടുത്തല്ലേ? ആര് പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ? ആര് പറഞ്ഞു? എവിടാന്ന് വെച്ചാൽ പോയി തെളിഞ്ഞണം. കടലില്ല, റെയിൽവേ ട്രാക്കിലെ, ഭൂമിക്കടിയില്ല, എവിടെ വേണേലും. ഒറ്റ കാര്യമുള്ളൂ, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടാ. നിങ്ങളുടെ ഭ്രാന്തിന് മറ്റുള്ള ജീവന് ഉത്തരം പറയാൻ എനിക്ക് വയ്യ. എന്റെ ദൈവമേ. നിക്കവിടെ. ഈ സന്ധ്യയ്ക്ക് അയാളെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കടപ്പുറത്ത് കൊണ്ടുപോകും തള്ളാൻ നീ അയാളുടെ ആരാ? അപ്പനോ അതോ അമ്മാവനോ? അച്ഛൻ ഇതിൽ ഇടപെടണ്ട. ഇടപെടും. ഓത്തുപോലെ നീ ഒരു മകനിവിടെ ഉള്ളപ്പോ ഈ സുഖമില്ലാത്ത മനുഷ്യനെ എങ്ങോട്ട് പോകണമെന്നും കൂടി നീ പറഞ്ഞിട്ട് പോയാൽ മതി. എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണ്ടെന്ന് സ്വയം തീരുമാനിച്ച് നടപ്പാക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞിട്ട് വേണ്ട വേളാങ്കണ്ണിക്ക് സർക്കിട്ട് പുറപ്പെടാൻ. അച്ഛാ ആളെ ഇവിടെ. അപ്പനവിടെ പോയി അന്വേഷിക്കേ. വേളാങ്കണ്ണി ഇതേ അവിടെ ഉണ്ട്, മോള് പോയി കൂട്ടിക്കൊണ്ടുവാ. അതെ, സംഭവിക്കേണ്ട സംഭവിച്ചു കഴിഞ്ഞു. ആരും മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ. ഇനി അതിനുള്ള പരിഹാരമാണ് നമ്മൾ കാണേണ്ടത്. എന്ത് പരിഹാരം? ഡോക്ടർ പറഞ്ഞ എന്താണെന്ന് അറിയാം അച്ഛന്? രൂപ 3 ലക്ഷം വേണം പിള്ളച്ചേട്ടനെ രക്ഷിക്കാൻ. അറിഞ്ഞു. ഞാനൊന്നിറങ്ങി കൈനീട്ടിയാൽ ഇടവകയെന്ന് 19,000 പിരിയും. ബാക്കി തരാൻ നമ്മുടെ മുമ്പിൽ മിസ്റ്റർ മേനോൻ ഒരാളേ ഉള്ളൂ. മേനോനോ? അതെ, വെസ്റ്റേൺ യൂണിയന്റെ പ്രൈസ് മണി. അവർ നടത്തുന്ന സൗഹൃദ മത്സരം മറ്റന്നാളാണ്. നമ്മളത് ജയിച്ചാൽ
അന്ന് തന്നെ 5:30-ക്കുള്ള ട്രെയിനിന് ഉണ്ണിപ്പിള്ളയെ വെല്ലൂരേക്ക് അയക്കാം. നിന്റെ അപ്പൻ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും. എന്തു പറയുന്നു? അപ്പൻ അവിടെ നിന്ന് കാണുന്നില്ല. നിങ്ങൾ പോയി ഒന്ന് അന്വേഷിച്ചേ. എനിക്ക് വയ്യ, നീ തന്നെ പോയാ മതി. മനുഷ്യനെ തീ തീറ്റിക്കാനായിട്ടും. മോള് വിഷമിക്കണ്ട. വേളാങ്കണ്ണി ദൂരെയൊന്നും പോവുകയല്ല. പള്ളിക്കുരിശിന്റെ മുന്നിൽ ചെന്ന് 10 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി വൃദ്ധസ്ഥാനത്ത് കയറി കിടപ്പുണ്ടാവും. പഴയ ചങ്ങാതികളൊക്കെ ഉണ്ടല്ലോ അവിടെ. നാളെ രാവിലെ ഞാൻ എത്തിച്ചോളാം. മോള് പോയി കിടക്കാൻ നോക്ക്. ഓ, എന്താടാ നീ രാവിലെ ഇവിടെ ഗ്രൗണ്ടിൽ പ്രാക്ടീസിന് പോയില്ലേ? അത് പിന്നെ അപ്പനെ വിളിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോകാന്ന് കരുതി. അതിന് നിന്റെ അപ്പനോട് ഇല്ലല്ലോ. ഇല്ലേ? ഇല്ല. ഞാൻ രാത്രി ഒന്ന് തിരക്കിയപ്പോൾ എൽദോ പറഞ്ഞു വേളാങ്കണ്ണി ഇവിടെ വന്നിട്ടില്ലെന്ന്. ഞാനൊരു അരമണിക്കൂർ കൂടി കാത്തതാ. പിന്നെ വിചാരിച്ചു അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി കിടന്ന് മനസ്സ് കിടത്തപ്പോൾ അയാൾ നിന്റെ വീട്ടിൽ തന്നെ തിരിച്ചു വന്നെന്ന്. ഇന്നലെ നിന്റെ പ്രകടനം അല്പം കടന്നു പോയോന്നൊരു സംശയം. കൊച്ചു കൊച്ചു തമാശകൾക്ക് നിന്റെ ദേഷ്യമായാൽ രസിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ അത് അല്പം കൂടിപ്പോയി. സ്വന്തം മോൻ തന്നെ ഉള്ളു വല്ലാതെ പൊള്ളിച്ചപ്പോ മുന്നിലുള്ളത് ആഴക്കടല. ഇനി വാശി പിടിച്ച് വല്ല കടും കയ്യോ എന്റെ കർത്താവേ. ഞാൻ എത്ര നേരമായിട്ട് സൈക്കിളിനകത്ത് ഇവിടെ ഇരിപ്പാടെന്നറിയാവോ? എവിടെ പോയി കിടക്കുകയായിരുന്നു? എന്താ കാര്യം? നാഗപ്പനാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. വേളാങ്കണ്ണി രാജന്റെ വീട്ടിൽ തടവില. തടവില്ല? അതേന്ന്. നീ രാജനെ പൂട്ടിയ അതേ മുറിയില് പ്രതാപൻ വേളാങ്കണ്ണിയും പൂട്ടിയിട്ടിരിക്കുക.